ഇന്ന് നമ്മൾ അടിപൊളി ഒരു സ്പോട്ടിലേക്കൊന്നും പോകാമെന്നൊന്നും പറയുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് അമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അമ്മൂൻ്റെ ചിലവാണ് പുറത്തുനിന്ന് ഫുഡ് തരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകുക. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പം നമ്മളെടുത്തൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നതെന്നൊക്കെ അമ്മൂനാട്ടോ അറിയുന്നത്. ഏതോ ഒരു സ്പോട്ടിലൊക്കെ കൊണ്ടുപോകുന്നൊക്കെ കണ്ടിട്ട് പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് ഇതാണ് മക്കളെ മണിയൂർ പാലെന്ന്. ഞാൻ പറഞ്ഞു മണിയൂർ പാലാണോ ഇത്, ആർക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഞാനും പോയിക്കോട്ടെ. ഓൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ വർത്താനൊന്നും ഞാനധികം കേൾക്കുന്നില്ല. ഞാൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നിനക്ക് പോലും അറിയാത്ത കിഡിലെ സ്പോട്ട്. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 വായൻ്റെ ഇല ഒന്ന് പറിക്കട്ടെ എന്ന്. ഞാൻ ചോദിച്ചിട്ട് ഇതെന്തിനാ വായൻ്റെ ഇല എന്ന്. അന്നേരം എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് അതൊക്കെ ഉണ്ട്, വാ കിഡിലെ സ്പോട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു പിന്നെ നമ്മളെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, ഏടമാണെ നിർത്തിയിട്ട് എന്ത് വേണേൽ കയറി ചോദിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ എല്ലാം കൂടി ഒരു അടിപൊളി സ്പോട്ടിലേക്ക് തന്നെ കേട്ടോ പോകുന്നത്. ഞാൻ വെച്ചാൽ ഇവിടെ എവിടെയാണ് ഹോട്ടലുള്ളത്. അന്നേരം എന്നോട് പറഞ്ഞു ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു കിഡിലായിട്ടുണ്ട്, അപ്പോൾ അതുവരെ നീ എന്താക്കി ഇവിടെയൊക്കെ കണ്ടു പഠിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കണ്ടുപിടിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ നോക്കുന്ന സമയത്ത് കിട്ടില്ല കേട്ടോ. സ്പോട്ട് ആംബിയൻസ് ഒരു രക്ഷയില്ല, അത്ര അടിപൊളിയായി കേട്ടോ. പിന്നെ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് എന്നാൽ അവിടെ ഇങ്ങനെ ഇരുന്നോന്ന്. ഞാൻ ചോദിച്ചു ഏടാ ഇതാ മറ്റേ കാക്കക്കറ്റൻ ചോറ് കൊടുക്കുന്നതിനോട്ട് ഒരു ഇതിൽ ചോറൊക്കെ കൊണ്ടുവന്നിക്കുള്ളൂ. ചോറല്ല കേട്ടോ, നമ്മളെ ചെറുവായരും പിന്നെ കഞ്ഞിയാന്ന് തോന്നുന്നു. അപ്പോൾ ഇത് രണ്ടും നല്ല ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്ന വയലിൻ്റെ നടുവിൽ ഇതേമാതിരിയുള്ളൊരു പോത്തിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കഴിച്ച് എന്തായാലും ഫുഡ് അടിപൊളിയാനും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.